Hi guys, welcome back to the channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് റിവ്യൂ ആണ്. റാം കെയർ ഓഫ് ആനന്ദി ബൈ അഖിൽ പി ധർമ്മജൻ. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു ഈ ബുക്കിനെ പറ്റിയിട്ട്. നിരവധി ട്വിസ്റ്റും മറ്റു കാര്യങ്ങളും ഉണ്ടെന്ന്. യെസ്, ഓഫ് കോഴ്സ്. ടോട്ടൽ 318 പേജസ് ആണ് ഈ ഒരു ബുക്കിന് വരുന്നത്. 320, ബട്ട് ഇതിന്റെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് 318 പേജസ് വെച്ചിട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ, പറയാതെ വയ്യ. ഈ ഒരു ബുക്ക് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു സിനിമാറ്റിക് നോവൽ തന്നെയാണ്. ഈ ബുക്ക് വായിച്ച് തീർത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ബുക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വായിക്കുമ്പോൾ സ്റ്റോറി നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ അതൊരു സിനിമ കാണുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ എവറി ബുക്സ്. അപ്പോൾ ഈ ഒരു ബുക്ക് അതിൽ 100% ആ ഒരു കാര്യം അഷ്യൂർ ചെയ്യും. ഞാനതിന് ഉറപ്പ് തരുന്നു. പിന്നെ നമ്മൾ ഈ ചാനലിൽ ഡോളർ ബാബു എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ബുക്ക് റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ആ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ബുക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ അങ്ങനെ സ്റ്റോറി ലൈൻ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടുമല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസുകളാണ് ഈ സ്റ്റോറി ക്യാരി ഔട്ട് ചെയ്യുന്നത്. അത് അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയുടെ റൈറ്ററിന്റെ മികവ് തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടതായിട്ട് വരും. ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്നതായിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങൾ, അത് സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, ദേഷ്യം, വാശി, പക മുതലായിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങളെ ഒരൊറ്റ ബുക്കിൽ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു വിരുന്നൊരുക്കിയിരിക്കുകയാണ് അഖിൽ. സോ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ് ഫോർ ഹിം. പിന്നെന്താണ്, ഇതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ റാം, വെട്രി, രേഷ്മ, പാട്ടി, ആനന്ദി, മല്ലി മുതലായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ റാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമ പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹവുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ചെന്നൈ നഗരത്തിലെത്തുന്നു. അവിടെ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതും അവൻ ഫേസ് ചെയ്യുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസും അവൻ അവിടെ അനുഭവിക്കുന്ന പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ മല്ലി എന്നുള്ളൊരു ക്യാരക്ടറിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. ബിക്കോസ് മല്ലി ഈസ് കമ്മിങ് ഫ്രം എ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ഇൻ ദിസ് വേൾഡ്, ദാറ്റ് ഇസ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്. സോ ഏവർക്കും അറിയാവുന്നതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചല്ലോ. പക്ഷേ ഈ ഒരു കഥ നടക്കുന്ന കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്നതും സമൂഹം എത്രത്തോളം ഇഷ്ടക്കേടോട് കൂടിയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അവരനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും അവർ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നതിനെ പറ്റിയിട്ടും അവരെ എങ്ങനെ മറ്റുള്ള ആൾക്കാർ ഉൾക്കൊള്ളണം എന്നുള്ളൊരു മെസ്സേജ് ഉൾപ്പെടെ പല കാര്യങ്ങൾ ഇതിൻ്റെ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ സീക്വൻസിലൂടെ കടന്നു പോകും. നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻസ് അറിയാതെ, സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. ഇതിന്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ ഒരു കഥയ്ക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ളൊരു കാര്യമേ അല്ല. സോ ഞാൻ 100% എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങൾ ഇപ്പം തന്നെ ഈ ബുക്ക് വാങ്ങിച്ചോളൂ, വായിച്ചു തുടങ്ങിക്കോളൂ. നല്ലൊരു വായനക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ബുക്സിന്റെ കൂട്ടത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ കൂട്ടും. ഇനി അതല്ല, നിങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടില്ല, വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വാങ്ങിച്ച് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരിക്കലും നിങ്ങൾക്കൊരു റിഗ്രറ്റ് തോന്നില്ല. അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. വായനയെ ശരിക്കും നിങ്ങൾ പ്രണയിക്കാനായിട്ട് തുടങ്ങും. അത്രമേൽ എനിക്കിതിനകത്തൊരു ഉറപ്പുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു സിനിമ കാണുന്ന എഫക്റ്റ് തന്നെ. ഒരു സീൻ ഒരിടത്ത് നടക്കുന്നു, അടുത്ത സീൻ വേറൊരിടത്ത് നടക്കുന്നു. പല സീക്വൻസുകൾ മാറി മാറിയായിട്ടാണ് കാണിക്കുന്നത്. ഒരു സിംഗിൾ ലൈനിൽ 3 കഥ അടുപ്പിച്ച് പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും അടിപൊളിയാണ്, വായിച്ചിരിക്കേണ്ടതാണ്. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും, വലിയ വായനക്കാരൻ ഉൾപ്പെടെ ബിഗിനർക്ക് ഉൾപ്പെടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് തീർച്ചയായിട്ടും റാം കെയർ ഓഫ് ആനന്ദി. ഇതുടനെ സിനിമയാകാനായിട്ടും പോകുന്നു. ഒരു 50% റിയൽ ലൈഫും 50% ഒരു ഫാൻറ്റസിക്കൽ അപ്രോച്ചും കൂടെ നടത്തി ഒരു രചന തയ്യാറാക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അതാണ് ശരിക്കും റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും എല്ലാവരും പോയി വായിക്കുക. വായിച്ചിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.